തൽക്കാലം നിന്റെ അമ്മൂമ്മയുടെ വള ഇവിടെ നിൽക്കട്ടെ. വളയുടെ കാര്യം മോഹസിനമായി ഡയറക്റ്റ് ചെയ്യുന്നത് കഠിന കടോരമി അണ്ടകടാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുള്ള ചിത്രമാണ്. ധ്യാനുണ്ട്, ലുക്മാനുണ്ട്, രവീണയുണ്ട്, അങ്ങനെ ശീതളുണ്ട്, വിജയരാഘവൻ ചേട്ടനുണ്ട്, ശാന്തി കൃഷ്ണയുണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പ്രഗത്ഭ ആർട്ടിസ്റ്റുള്ള പടമാണ്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ വള സംഭവ ബാഹുല്യമുള്ള ഒരു സിനിമ. ആ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ ചെന്നിട്ട് കണ്ടിട്ട് പറയേണ്ടതാണ്. നല്ലൊരു ചിത്രമായിരിക്കും അത്. പ്രത്യേകിച്ച് ഹർഷദയ്ക്കാണ് അത് എഴുതുന്നത്. ഉണ്ടാപ്പുഴു പോലുള്ള സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള, മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗോവിന്ദ വസന്തയാണ് മ്യൂസിക്. സോ അത് പ്രത്യേക ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇതില് ഞാനും ഇങ്ങനെ കേട്ടു. ഇതിനകത്തൊരു അദ്ദേഹം ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് ഒരു റോള് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് വള എന്ന് പറയുന്നത്. പേര് വളരെ ഈസി ആണല്ലോ, വള എന്നുള്ളത്. വള പേര് ഈസി ആണെങ്കിൽ വള ഉണ്ടാക്കുന്ന പൊല്ലാപ്പായിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഞാൻ ചിന്തിച്ച് അതിനെപ്പറ്റി പറഞ്ഞതിനെ കേട്ടി. കാരണം നമുക്ക് ആരുടെങ്കിലും ചോദിച്ചു പറഞ്ഞതിനെ കേട്ടി, പ്രത്യേകിച്ച് പ്രേക്ഷകർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ, അതിന്റെ പാട്ടുകളൊക്കെ ഇറങ്ങി, അതൊക്കെ തന്നെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സോ ഇനി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അനുബന്ധമായ കാര്യങ്ങളൊക്കെ തുടർ ദിവസങ്ങളിൽ വരും.